സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് പോർഷനാണ് കേട്ടോ. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അല്പം തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ധാരാളം ഫാക്ടുകൾ കാണാതെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മെറ്റീരിയൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് അതിന്റെ A to Z 1 മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് അതിന്റെ ഓരോ അലോയ്സ്, അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ പെർസെൻറ്റേജ്, ഇതൊന്നും നമുക്ക് കാണാതെ ഒരിക്കലും നിവൃത്തിയില്ല. എക്സാമിനേഷൻ ഹാളിലൊക്കെ നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിന് കാണാതെ പഠിക്കുക എന്നുള്ളത് അത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്താ സാധാരണ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽ സയൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഗേറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആയതുകൊണ്ട് ഗേറ്റ് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാംസ്, PSU എക്സാംസ്, SSC JE എക്സാംസ്, RRB JE എക്സാംസ്, ഇതിന്റെയൊക്കെ PYQs കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ മാക്സിമം അല്ല, ഓൾമോസ്റ്റ് ഒരു 99% ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. കഴിഞ്ഞൊരു 10-20 വർഷത്തെ, മിനിമം ഒരു 10 വർഷത്തെ എങ്കിൽ 10 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതിനങ്ങനെയാണ് പഠിക്കേണ്ടത്. സോ നമ്മൾ ഇന്ന് ഈ മെറ്റീരിയൽ സയൻസിന്റെ മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്ന പോർഷൻ, അതിലുള്ള കാസ്റ്റ് അയൺ, സ്റ്റീല് തുടങ്ങിയ പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. നമ്മൾ 1 hour സെഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും ഏത് എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം 2005 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ കേരള PSC വരുന്നത്. കേരള PSC പാറ്റേൺ ഒക്കെ മാറി. അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഒക്കെ അല്പം ലെവൽ കൂടിയ ടൈപ്പ് എക്സാംസ് ആണ് അല്ലെ. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം എടുത്ത് നോക്കി അറിയാൻ പറ്റും. ആ ക്വസ്റ്റ്യന്റെ ലെവലൊക്കെ ഒരു ഗേറ്റിന്റെ മുകളിൽ പോയിട്ടുണ്ട്. ആക്ച്വലി എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന്റെ ലെവലൊക്കെയാണ് ക്വസ്റ്റ്യൻ മാറിയത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു AE കഴിഞ്ഞത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എക്സാം ആണ് അല്ലെ. സോ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്യാവശ്യം കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ഒരു സോഴ്സ്, ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് ഗേറ്റും എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമുമാണ്. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആ കണ്ടന്റ് ആണ് ഇവിടെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന ഗേറ്റ് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും അല്ല, ഗേറ്റിന് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും. അതെല്ലാം അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം 3 മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് ഗേറ്റിന് വരുന്നത്. അപ്പൊ ഗേറ്റിന്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ കോൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സബ്ജക്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് 1 മുതൽ അവസാനം വരെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതിന്റെ എക്സാമിന്റെ സിലബസ് അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു റിവിഷൻ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാകത്തില്ല. ഓക്കെ, എന്തോരം ടൈം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും കംപ്ലീറ്റ് ഒരു സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് ഏറ്റവും നല്ലൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സോൾവ് ചെയ്യുന്നത്. സോ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുക. കാസ്റ്റ് അയൺ ഹാസ് പുവർ എബിലിറ്റി ടു ഡാം വൈബ്രേഷൻസ്. കാസ്റ്റ് അയൺ ഈ വൈബ്രേഷനെ ഡാമ്പ് ചെയ്യാനുള്ള എബിലിറ്റി പുവർ ആണെന്നാണ് പറയുന്നത്. കാസ്റ്റ് അയൺ ഹാസ് പുവർ എബിലിറ്റി ടു ഡാമ്പ് വൈബ്രേഷൻസ്. രണ്ടാമത്തെയാണ് എന്താ, കാസ്റ്റ് അയൺ ഹാസ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. കാസ്റ്റ് അയൺ സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്
കൂടുതലാണെന്നാണ് പറയുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്. അടുത്തത് കാസ്റ്റ് അയൺ പാർട്സ് ആർ സ്യൂട്ടബിൾ വെയർ പെർമനന്റ് ഡിഫോർമേഷൻ ഈസ് പ്രിഫേർഡ് ഓവർ ദി ഫ്രാക്ചർ. കാസ്റ്റ് അയൺ പാർട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പെർമനന്റ് ഡിഫോർമേഷൻ പ്രിഫർ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് എന്നുള്ളതാണ്, ഓവർ ഫ്രാക്ചർ. 3 പോയിന്റുകൾ വന്നേക്കുവാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കാസ്റ്റ് അയൺ ഹാസ് പുവർ എബിലിറ്റി ടു ഡാം വൈബ്രേഷൻസ്. ശരിയാണോ? ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാസ്റ്റ് അയണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗുഡ് എബിലിറ്റി ടു ഡാം വൈബ്രേഷൻസ്. കാസ്റ്റ് അയണിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് വൈബ്രേഷൻസ് ഡാമ്പ് ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. ഏത് കാസ്റ്റ് അയൺ ആണ്? കാസ്റ്റ് അയൺ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ. ഇതിൽ ഈ വൈബ്രേഷൻസിനെ ഡാമ്പ് ചെയ്യാൻ കഴിവുള്ള കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ കാസ്റ്റ് അയൺ ആണ്. ഗ്രേ കാസ്റ്റ് അയൺ കേട്ടോ, ഗ്രേ കാസ്റ്റ് അയൺ. അപ്പോ കാസ്റ്റ് അയണിന് വൈബ്രേഷൻസ് ഡാമ്പ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഇൻകറക്റ്റ് ആണ്. അടുത്തത് കാസ്റ്റ് അയൺ ഹാസ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീംലി ബ്രിട്ടിൽ ആണ്. അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈ ആണ്. എന്തിനേക്കാൾ? സ്റ്റീലിനേക്കാൾ. അപ്പൊ ഈ പറയുന്ന സ്റ്റീലും ഈ പറയുന്ന കാസ്റ്റ് അയൺ എന്താണ്? കാസ്റ്റ് അയൺ അതുപോലെ തന്നെ സ്റ്റീല്, ഇത് രണ്ടും എന്താണ്? അയൺ കാർബൺ അലോയ് ആണ് അല്ലെ? അയൺ കാർബൺ അലോയ് ആണ് അല്ലെ? ഇരുമ്പിന്റെയും കാർബണിന്റെയും അലോയ്സ് ആണ്. നമ്മൾ എപ്പോഴാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്, എപ്പോഴാണ് സ്റ്റീൽ എന്ന് പറയുന്നത്? കാർബണിന്റെ പെർസെന്റേജ് ലെസ് ദാൻ 2.1% ആണെങ്കിൽ നമ്മൾ ആ അലോയിനെ നമ്മൾ എന്ത് പറയും? സ്റ്റീൽ എന്നാണ് പറയുന്നത് അല്ലെ? ഇനി അത് 2.1 മുതൽ 6.67 വരെ ആണെങ്കിൽ നമ്മൾ അലോയിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് അല്ലെ? കാസ്റ്റ് അയൺ. സോ കാസ്റ്റ് അയണും സ്റ്റീലും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ ആയിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതൽ. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഹാസ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. അടുത്തത് കാസ്റ്റ് അയൺ പാർട്സ് ആർ സ്യൂട്ടബിൾ വെയർ പെർമനന്റ് ഡിഫോർമേഷൻ ഈസ് പ്രിഫേർഡ് ഓവർ ഫ്രാക്ചർ. കാസ്റ്റ് അയൺ പാർട്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പെർമനന്റ് ഡിഫോർമേഷൻ പ്രിഫർ ചെയ്യുമ്പോഴാണ്. എന്താണ് പെർമനന്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്? പെർമനന്റ് ഡിഫോർമേഷൻ അതായത് നമുക്ക് 2 തരത്തിലുള്ള ഡിഫോർമേഷൻ ഉള്ള അല്ലെ? 2 തരത്തിലുള്ള ഡിഫോർമേഷൻ ഉള്ള, ഒന്ന് പെർമനന്റ് ഡിഫോർമേഷൻ, 2 ഫ്രാക്ചർ. അതായത് ഈ ഡക്റ്റൈൽ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഒരു ഫിനോമിനാണ് പെർമനന്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് ഇതെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമ്മളൊരു ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ഇത് ഡക്റ്റൈൽ ആണെങ്കിൽ ഇതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് ഒരു നെക്കിങ് സംഭവിക്കും അല്ലെ? എന്നിട്ട് അവിടെ ചെറിയൊരു ക്രോസ് സെക്ഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ പെർമനന്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡിഫോർമേഷൻ ഇവിടെ ഉണ്ടായി. ഓക്കെ, പക്ഷെ ഈ സാധനം പൊട്ടിപ്പോകുന്നില്ല. ഇതാണ് ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ പ്രത്യേകത. അതേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഒരു ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഈ പെർമനന്റ് ഡിഫോർമേഷൻ ഉണ്ടാവില്ല. അവിടെ എന്താണ്? അവിടെ ഒരു ഫ്രാക്ചർ സംഭവിക്കുക. ഇവിടെ വെച്ചിട്ട് 2 പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും അല്ലേ? നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഫ്രാക്ചറിന് എക്സാമ്പിൾ ആണ്. സോ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അത് ബ്രിട്ടിലാണ്. ഓക്കെ, അത് ഒട്ടും ഡക്റ്റൈൽ അല്ല. അതിന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെർമനന്റ് ഡിഫോർമേഷൻ അല്ല ഉണ്ടാവുന്നത്, അവിടെ ഫ്രാക്ചർ സംഭവിക്കുന്നത്. സോ ഒരിക്കലും പെർമനന്റ് ഡിഫോർമേഷൻ പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കാസ്റ്റ് അയൺ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഫ്രാക്ചർ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ഡിഫോർമേഷൻ അവിടെ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ നോക്കി, സ്റ്റേറ്റ്മെന്റ് 2 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു കാസ്റ്റ് അയണിന്റെ. ഒന്ന്, കാസ്റ്റ് അയൺ എന്തുണ്ട്? വൈബ്രേഷൻസ് ഡാമ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. വൈബ്രേഷൻ ഡാമ്പിങ് കപ്പാസിറ്റി ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റ് അയൺ എന്താണ്? കാസ്റ്റ് അയൺ
നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. കംപ്രസീവ് സ്ട്രെങ്ത്. 3 എന്താണ്? കാസ്റ്റ് അയണില് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടിലാണ് എന്നുള്ളതാണ്. ബ്രിട്ടിൽ അല്ലെ? സോ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇത്രയും കണ്ടന്റ് നമുക്ക് കിട്ടി. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ആ കണ്ടന്റുകളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ആ കണ്ടന്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത എക്സാംസിന് ചോദിക്കുന്നത്. ഞാൻ കാസ്റ്റ് അയണിനെ പറ്റി അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു അയൺ കാർബൺ അലോയ് ആണ് അല്ലെ? അയൺ കാർബൺ അലോയ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഒന്ന് സ്റ്റീൽ ഉണ്ട്, 2 കാസ്റ്റ് അയൺ ഉണ്ട്. ലെസ് ദാൻ 2% കാർബൺ ആണെങ്കിൽ, അയൺ കാർബൺ അലോയില് കാർബൺ പെർസെന്റേജ് ലെസ് ദാൻ 2% ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? സ്റ്റീൽ എന്ന് വിളിക്കും. സ്റ്റീൽ. കാർബണിന്റെ പെർസെന്റേജ് മോർ ദാൻ 2% ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. ഇതാണ് അയൺ കാർബൺ അലോയിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റീലിനെ തന്നെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? സ്റ്റീലിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഈ സ്റ്റീലിന്റെ കാർബണിന്റെ പെർസെന്റേജ് ലെസ് ദാൻ 0.3 ആണെങ്കിൽ അതിന് നമുക്ക് ലോ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാം. ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ. ഇനി ഈ കാർബണിന്റെ പെർസെന്റേജ് 0.3 മുതൽ 0.6 വരെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാൻ പറ്റും. മീഡിയം കാർബൺ സ്റ്റീൽ. കാർബണിന്റെ പെർസെന്റേജ് 0.3 മുതൽ 0.6 വരെയാണെങ്കിൽ നമുക്ക് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാൻ പറ്റും. അതേ സമയത്ത് കാർബണിന്റെ പെർസെന്റേജ് 0.6 മുതൽ 2% വരെയാണെങ്കിൽ അതിന് നമുക്ക് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാൻ പറ്റും. ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റീലിനെ തന്നെ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്ന് തിരിക്കാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഈ കാസ്റ്റ് അയണിന്റെയും ഈ പറയുന്ന സ്റ്റീലിന്റെയും മേക്കിംഗ് പ്രോസസ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ നമ്മുടെ കാസ്റ്റ് അയണിന്റെ ഓർ ഉണ്ടല്ലോ, അയണിന്റെ ഓർ. അയണിന്റെ ഓർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അയൺ ഓർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് അല്ലെ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹെമറ്റൈറ്റ് അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്. ഹെമറ്റൈറ്റിന്റെയും മാഗ്നറ്റൈറ്റിന്റെയും ഓർ അല്ലെ? ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഓറിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടും. ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? ബ്ലാസ്റ്റ് ഫർണസ് അല്ലെ? അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ അയൺ ഓറിനെ ഇടുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതൊക്കെ ചോദിക്കും. ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് എന്ത്? പിഗ് അയൺ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്? പിഗ് അയൺ. പിഗ് അയൺ അല്ലെ? ഇമ്പോർട്ടന്റ് ആണ്. പിഗ് അയൺ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന സാധനമാണ്. ഇനി ഈ പിഗ് അയൺ എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഒന്നല്ല കേട്ടോ. അതിൽ 3 മുതൽ 4% വരെ എന്തുണ്ടാവും? കാർബൺ ഉണ്ടാവും. ഈ പിഗ് അയൺ നമ്മൾ പിന്നെ വീണ്ടും കുറെ പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് അയൺ കിട്ടും. എന്തൊക്കെയാന്ന് നോക്കാം. പിഗ് അയൺ നമ്മൾ കുപ്പോള ഫർണസിൽ ഇട്ടിട്ട് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പോർട്ടന്റ് ആണ്, കുപ്പോള ഫർണസ്. പിഗ് അയൺ നമ്മൾ കുപ്പോള ഫർണസിൽ ഇട്ട് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ആള് അല്ലെ? അപ്പൊ കാസ്റ്റ് അയൺ എന്താണെന്ന് മനസ്സിലായില്ലേ? പിഗ് അയൺ നമ്മള് എവിടെ കുപ്പോള ഫർണസിൽ ഇട്ടിട്ട് നമുക്ക് കാസ്റ്റ് അയൺ കിട്ടുന്നത്. ഓക്കെ. ഇനി നമ്മുടെ പിഗ് അയൺ നമ്മള് പുഡിലിംഗ് ഫർണസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, പിഗ് അയൺ നമ്മള് പുഡിലിംഗ് ഫർണസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോട്ടയൺ കിട്ടും. റോട്ടയൺ. റോട്ടയൺ എന്ന് പറഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് കേട്ടോ. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ടയൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഓരോ ഫർണസ് ഏതാന്ന് മനസ്സിലാക്കിക്കോളണം. ബ്ലാസ്റ്റ് ഫർണസിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് പിഗ് അയൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുപ്പോള ഫർണസിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന കാസ്റ്റ് അയൺ ആണ്. പുഡിലിംഗ് ഫർണസിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന റോട്ടയൺ ആണ്. ഓക്കെ. ഇനി നമ്മുടെ സ്റ്റീൽ ഉണ്ടാക്കുന്ന പല പല പ്രോസസ്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിഗ് അയണിന്റെ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് ബെസമർ കൺവെർട്ടർ, ഓപ്പൺ ഹാർട്ട് ഫർണസ്, ഇലക്ട്രിക് ഫർണസ്, ബേസിക് ഓക്സിജൻ പ്രോസസ്, ഇതൊക്കെ എന്താണ്? സ്റ്റീൽ മേക്കിംഗ് പ്രോസസ് ആണ്. സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്. സോ ഈ പ്രോസസ്സിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ കിട്ടും. സ്റ്റീൽ കിട്ടും. അപ്പൊ ഈ PPT ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അയൺ ഓറിനെ ബ്ലാസ്റ്റ് ഫർണസിൽ ഇട്ടിട്ടാണ് പിഗ് അയൺ കിട്ടുന്നത്. പിഗ് അയണെ കുപ്പോള ഫർണസിലിട്ട് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കാസ്റ്റ് അയൺ കിട്ടുന്നത്. പിഗ് അയണെ പുഡിലിംഗ് ഫർണസിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് റോട്ടയൺ കിട്ടും. സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിന് വിധേയമാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റീൽ കിട്ടും. ഓക്കെ. ഇനി കാസ്റ്റ് അയൺ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതെന്താണ്? ബ്രിട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടിൽ.
അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമാണ്. ഓക്കെ, ഇതിന് വെരി ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്. കംപ്രസീവ് ലോഡ് ഇതിന് താങ്ങാൻ പറ്റും. കാസ്റ്റ് അയണ് ഗുഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്, വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി. ഇത് ഏറ്റവും കൂടുതലുള്ളത് ഗ്രേ കാസ്റ്റ് അയൺ ആണ്, ഗ്രേ കാസ്റ്റ് അയൺ. അപ്പൊ ഇങ്ങനെ വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാസ്റ്റ് അയൺ നമ്മൾ ഈ മെഷീൻ ബെഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മെഷീൻ ബെഡ്സ്, അതായത് ലൈറ്റിന്റെ ഒക്കെ ബെഡ്. അപ്പൊ അവിടെയൊക്കെ ധാരാളം വൈബ്രേഷൻ വരും. ഈ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ കാസ്റ്റ് അയൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന കാസ്റ്റ് അയൺ ബെഡ്സ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത്, മെഷീൻ ബെഡ്സ് ഒക്കെ നിർമ്മിക്കുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഈ കാസ്റ്റ് അയൺ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് വഴി മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന് കാസ്റ്റ് അയൺ എന്ന് പറയാൻ കാരണം, കാസ്റ്റിംഗ്. ഇനി കാസ്റ്റ് അയൺ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, കാസ്റ്റ് അയൺ ക്ലാസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ, കാസ്റ്റ് അയൺ നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റും. ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലബിൾ കാസ്റ്റ് അയൺ, അലോയ് കാസ്റ്റ് അയൺ. ഇത് ഓരോന്ന് എന്തൊക്കെയാന്ന് നോക്കാം. ജസ്റ്റ് അതിന്റെ എല്ലാത്തിന്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഇതില് നമ്മുടെ കാർബൺ ഇരിക്കുന്നത്, ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ ഇരിക്കുന്നത് ഗ്രാഫൈറ്റ് രൂപത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാർബൺ ഇരിക്കുന്നത് എന്ത് രൂപത്തിലാണ്, ഗ്രാഫൈറ്റ് രൂപത്തിലാണ്. ഗ്രാഫൈറ്റിന് എന്ത് കളറാണ്, ഗ്രാഫൈറ്റിന് ഗ്രേ കളറാണ്. ഗ്രാഫൈറ്റിന് ഗ്രേ കളർ ആയതുകൊണ്ട് ഈ ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ ഇങ്ങനെ വട്ടം മുറിച്ചു കഴിഞ്ഞാൽ, ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ മുറിച്ച ആ സർഫസ് ഗ്രേ കളറിലായിരിക്കും കാണുന്നത്, ഗ്രേ കളറിൽ. കാരണം എന്താണ്, ഗ്രാഫൈറ്റ് രൂപത്തിലാണ് കാർബൺ കാണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഗ്രേ കളറിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് അതിനെ ഗ്രേ കാസ്റ്റ് അയൺ എന്ന് വിളിക്കാൻ കാരണം, ഗ്രേ കാസ്റ്റ് അയൺ. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫൈറ്റ് രൂപത്തിൽ കാർബൺ നിലനിൽക്കണമെങ്കിൽ, നമ്മൾ എക്സ്ട്രാ ഒരു സാധനം ഈ പറയുന്ന ഗ്രേ കാസ്റ്റ് അയണിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഏജന്റ് ആണെന്ത്, സിലിക്കൺ എന്ന് പറയുന്നത്. സിലിക്കൺ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രാഫറ്റൈസിങ് ഏജന്റ്. എന്തുകൊണ്ടാണ് സിലിക്കണെ ഗ്രാഫറ്റൈസിങ് ഏജന്റ് എന്ന് വിളിക്കാൻ കാരണം, ഈ സിലിക്കണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് കാർബൺ അവിടെ ഗ്രാഫൈറ്റ് രൂപത്തിൽ കാണപ്പെടുന്നത്. സോ സിലിക്കൺ ഈസ് നോൺ ആസ് ഗ്രാഫറ്റൈസിങ് ഏജന്റ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് അല്ലെ. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഇപ്പൊ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്, ഇത് ഗ്രേ കാസ്റ്റ് അയൺ പോലെ അത്ര ബ്രിട്ടിൽ അല്ല. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. ഇതിന്റെ ബ്രിട്ടിലിറ്റി അല്പം കുറയ്ക്കാൻ വേണ്ടി, ബ്രിട്ടിലിറ്റി അല്പം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മെഷീനബിലിറ്റി കൂട്ടാൻ പറ്റും. അതിനെ മെഷീൻ ചെയ്യുന്ന പ്രോസസ്സ് ഈസി ആയിരിക്കും. സോ ഈ ഗ്രേ കാസ്റ്റ് അയണിന്റെ ബ്രിട്ടിൽനെസ് അല്പം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം ആഡ് ചെയ്യും. വെരി ഇമ്പോർട്ടന്റ് ആണ് മഗ്നീഷ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ മഗ്നീഷ്യം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനൊന്ന് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗ്രാഫൈറ്റിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് രൂപത്തിലുള്ള കാർബൺ എന്തായിട്ട് മാറും, നോഡുലാർ രൂപത്തിൽ അല്ലെങ്കിൽ നൊഡ്യൂൾസ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ സ്ഫിറോയിഡ് ആയിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പ് പോലെ സ്ഫിറോയിഡ് ആയിട്ട് മാറും. ഓക്കെ, ഈ ഗ്രാഫൈറ്റ് രൂപത്തിലിരിക്കുന്ന കാർബൺ ഫ്ലേക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഗ്രാഫൈറ്റ് ഫ്ലേക്സ് രൂപത്തിലാണ് ഗ്രേ കാസ്റ്റ് അയൺ കാണപ്പെടുന്നത്. ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചീള്. അതായത് നമ്മളിങ്ങനെ ചീള് ഇങ്ങനെ അടുക്കി വെച്ചേക്കുള്ളേ, ആ രീതിയിലായിരിക്കും ഈ ഗ്രേ കാസ്റ്റ് അയണിൽ ഗ്രാഫൈറ്റ് രൂപത്തിലുള്ള കാർബൺ കാണപ്പെടുന്നത്. സോ ഈ ഷേപ്പിൽ നിന്ന് എന്തായിട്ട് മാറും, സ്ഫിറോയിഡൽ ഷേപ്പായിട്ട് മാറും, നോഡുലാർ ഷേപ്പായിട്ട് മാറും. ആര്, നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ മാറ്റുന്ന ആളാരാണ്, നമ്മുടെ മഗ്നീഷ്യം ആണ്. ഇമ്പോർട്ടന്റ് ആണ് മഗ്നീഷ്യം. സോ നമ്മുടെ ഗ്രേ കാസ്റ്റ് അയണിലേക്ക് മഗ്നീഷ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കാർബൺ ഗ്രാഫൈറ്റ് ഫ്ലേക്ക് രൂപത്തിൽ നിന്ന് നൊഡ്യൂൾസ് രൂപത്തിലേക്ക് മാറും.
ഇങ്ങനെ നൊഡ്യൂൾസ് രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ബ്രിട്ടിൽനെസ് അല്പം കുറയും. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡക്റ്റൈൽ കാസ്റ്റേഡ്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോഡുലാർ കാസ്റ്റേഡ്. ഓക്കെ, മറ്റൊരു പേരാണ് സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് കാസ്റ്റേഡ്. ചുരുക്കി നമ്മൾ SG ആയിരുന്നു വിളിക്കും. ഇതെല്ലാം എന്താണ്? ഡക്റ്റൈൽ കാസ്റ്റേഡ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ഗ്രേ കാസ്റ്റേണിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? മഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡക്റ്റൈൽ കാസ്റ്റേൺ കിട്ടുന്നത്. ഡക്റ്റൈൽ കാസ്റ്റേൺ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഡക്റ്റിലിറ്റി കൂടുതലാണ്, അതിന്റെ മെഷീനബിലിറ്റി കൂടുതലാണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോഡുലാർ കാസ്റ്റേൺ, അല്ലെങ്കിൽ സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് കാസ്റ്റേൺ, അല്ലെങ്കിൽ SG കാസ്റ്റേൺ. ഗ്രാഫൈറ്റ് രൂപത്തിൽ തന്നെയാണ് കാർബൺ കാണുന്നത്, പക്ഷെ എന്താണ്? അത് സ്പിറോയിഡൽ ഷേപ്പിലാണ്. ഓക്കെ, ഗ്രേ കാസ്റ്റേണിലാണെങ്കിൽ എന്താണ്? ഫ്ലേക്ക് ഷേപ്പിലാണ്. ഇനി അടുത്ത കാസ്റ്റേൺ ആണ് വൈറ്റ് കാസ്റ്റേൺ. സോ വൈറ്റ് കാസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഇതിൽ കാർബൺ ഗ്രാഫൈറ്റ് രൂപത്തിലല്ല കാണപ്പെടുന്നത്. തൊട്ടു മുമ്പത്തെ രണ്ട് കേസിൽ എന്താണ്? കാർബൺ ഗ്രാഫൈറ്റ് രൂപത്തിലാണ് കാണപ്പെട്ടിരുന്നത്. സോ വൈറ്റ് കാസ്റ്റേണിൽ കാർബൺ കാണുന്നത് ഗ്രാഫൈറ്റ് രൂപത്തിലല്ല, കാർബൺ കാണുന്നത് സിമന്റൈറ്റ് രൂപത്തിലാണ്. വൈറ്റ് കാസ്റ്റേണിൽ കാർബൺ കാണപ്പെടുന്നത് സിമന്റൈറ്റ് രൂപത്തിലാണ്. സിമന്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണെന്ത്? Fe3C. ഇതിനാണ് നമ്മൾ സിമന്റൈറ്റ് എന്ന് വിളിക്കുന്നത്. 3 അയൺ മോളിക്യൂൾസും ഒരു കാർബൺ മോളിക്യൂളും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ആ കോമ്പൗണ്ടിനെയാണ് നമ്മൾ സിമന്റൈറ്റ് എന്ന് പറയുന്നത്. സോ കാർബൺ ഇങ്ങനെ കമ്പൈൻഡ് ഫോമിലായിരിക്കും. ഓക്കെ, കമ്പൈൻഡ് ഫോം എന്ന് പറയുന്നതിന് കമ്പൈൻഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്, അതായത് സിമന്റൈറ്റ് രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഈ സിമന്റൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമന്റൈറ്റിന് വൈറ്റ് കളറാണ്. സോ ഈ പറയുന്ന വൈറ്റ് കാസ്റ്റേനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിച്ച സർഫസ് വൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന വൈറ്റ് കാസ്റ്റേൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വൈറ്റ് കാസ്റ്റേൻ. ഇനി ഈ വൈറ്റ് കാസ്റ്റേന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൽ കാർബൺ ഉണ്ട്. കാർബൺ കമ്പൈൻഡ് ഫോമിലാണ്, അതായത് സിമന്റൈറ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇത് എക്സ്ട്രീംലി ഹാർഡാണ്, അതുപോലെ തന്നെ എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. അതായത് ഈ പറയുന്ന ഗ്രേ കാസ്റ്റേനേക്കാൾ ഡക്റ്റൈൽ കാസ്റ്റേനേക്കാൾ ഹാർഡായിട്ടുള്ള ബ്രിട്ടിലായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ത്? ഈ പറയുന്ന വൈറ്റ് കാസ്റ്റേൻ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ എക്സ്ട്രൂഷൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന നോസിൽസ് അല്ലെ, നോസിൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ബ്രിട്ടിലായിരിക്കണം അല്ലെ. അത് അവിടെ ഉണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സ്, ആ ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സിനേക്ക് റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. സോ എക്സ്ട്രൂഷൻ നോസിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്? വൈറ്റ് കാസ്റ്റേൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണോ? നമ്മളിവിടെ ബോൾഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്? പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ വൈറ്റ് കാസ്റ്റേനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ത്? മാലിയബിൾ കാസ്റ്റേൻ. എന്താ മാലിയബിൾ കാസ്റ്റേൻ നോക്കാം. അതായത് ഞാൻ പറഞ്ഞു ഈ വൈറ്റ് കാസ്റ്റേൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ എക്സ്ട്രീംലി ബ്രിട്ടിലാണ്, വെരി ഹാർഡാണ്. അപ്പൊ അതിന്റെ ബ്രിട്ടിൽനെസ് അല്പം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യും. ആ ഹീറ്റ് ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? മാലിയബിലൈസിങ്. അപ്പൊ ഇങ്ങനെ മാലിബിലൈസിങ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റേണ് മാലിബിലൈസിങ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കാർബൺ ഗ്രാഫൈറ്റ് കാർബണായിട്ട് മാറും. ഓക്കെ, ഗ്രാഫൈറ്റ് കാർബൺ, അതായത് സിമന്റൈറ്റ് രൂപത്തിലുള്ള കാർബൺ ഗ്രാഫൈറ്റ് രൂപത്തിലായിട്ട് മാറും. ഏതായിരിക്കും ഗ്രാഫൈറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്? ഇറഗുലർ ഷേപ്ഡ് ഗ്ലോബ്യൂൾസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അതായത് സിമന്റൈറ്റ് രൂപത്തിലുള്ള കാർബൺ ഇറഗുലർ ഷേപ്പുള്ള ഗ്ലോബ്യൂൾസ് ആയിട്ട് കാണപ്പെടും. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? റോസറ്റെ ഫോം. കാർബൺ റോസറ്റെ ഫോമിൽ കാണപ്പെടുന്നത് ഈ പറയുന്ന മാലിയബിൾ കാസ്റ്റേൺ ആണ്. ഓക്കെ, സോ ഇതാണ് മാലിയബിൾ കാസ്റ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതാണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് നോക്കി, കാർബൺ ഇവിടെ ഫ്ലേക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത് അല്ലെ, കാർബൺ ഫ്ലേക്ക് രൂപത്തിൽ. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ ഗ്രേ കാസ്റ്റ് എന്ന് വിളിക്കും, ഗ്രേ കാസ്റ്റ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ കാർബൺ നൊഡ്യൂൾ രൂപത്തിലാണ് അല്ലെങ്കിൽ സ്ഫിറോയിഡ് രൂപത്തിലാണ്. ഇതിനെ നമ്മൾ ഡക്റ്റൈൽ കാസ്റ്റ് എന്ന് വിളിക്കും, ഡക്റ്റൈൽ കാസ്റ്റ്. ദെൻ ഇവിടെയാണെങ്കിൽ കാർബൺ കാണപ്പെടുന്നത് നമ്മുടെ ഇറഗുലർ ഷേപ്ഡ് ഗ്ലോബ്യൂൾ രൂപത്തിലാണ്, ഇറഗുലർ ഷേപ്ഡ് ഗ്ലോബ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ റോസറ്റെ ഫോമിലാണ്. ഇതാണ് എന്ത്, നമ്മുടെ മാലിയബിൾ കാസ്റ്റ് എന്ന് പറയുന്നത്, മാലിയബിൾ കാസ്റ്റ്. സോ കാസ്റ്റേനെ പറ്റി നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളാണ് കാസ്റ്റിനെ പറ്റി പഠിക്കേണ്ട ആവശ്യമുള്ളൂ. കാസ്റ്റേൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയും നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. കാസ്റ്റേൺ ഈസ് യൂസ്ഡ് ഫോർ മെഷീൻ ബെഡ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ. ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ലൈവിലുള്ളവർ? കാസ്റ്റേൺ ഈസ് യൂസ്ഡ് ഫോർ മെഷീൻ ബെഡ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? നമുക്ക് വായിച്ചൊക്കെ ടെൻസൈൽ സ്ട്രെങ്ത്. കാസ്റ്റേൺ എന്ന് പറയുന്നത് ഒരിക്കലും അത് ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല അതിന് അല്ലെ. ഓപ്ഷൻ എ ആൻസർ അല്ല. കംപ്രസീവ് സ്ട്രെങ്ത്, കാസ്റ്റേൺ നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് അത് ആൻസർ ആയിട്ട് മാറാം. ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാണ്, കാസ്റ്റേണ് ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത് പ്രീവിയസ് IES ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നോക്കിയേ, ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ഇതിന്റെ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ ബോത്ത് ബി ആൻഡ് സി ആണ് ഇതിന്റെ ആൻസർ, ബോത്ത് ബി ആൻഡ് സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ന് വായിച്ചു നോക്കുക. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫ്രം ഡിസൈൻ കൺസിഡറേഷൻസ്. വായിച്ചു നോക്കുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ഡിസൈൻ കൺസിഡറേഷൻസ്, it is always advantageous to place cast iron ribs on the tension side rather than on the compression side. വ്യക്തമായിട്ട് വായിച്ചു നോക്കണം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ഡിസൈൻ കൺസിഡറേഷൻ, it is advantageous to place cast iron ribs on the tension side rather than compression side. അതായത് നമ്മുടെ ഈ കാസ്റ്റേണ് നമ്മൾ ടെൻഷൻ സൈഡിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. കാസ്റ്റേണ് ടെൻഷൻ സൈഡിൽ നിർത്തുന്നതായിരിക്കും നല്ലത്, റാദർ ദാൻ കംപ്രഷൻ സൈഡ്. ശരിയാണോ? ശരിയാണോ? അത് നമുക്കറിയാം. കാസ്റ്റേൺ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റേൺ എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളതാണ് അതിനല്ലേ, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട് അതിന്. പക്ഷെ അതിന് ടെൻഷൻ ഇല്ല, ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്. അപ്പോ നമ്മുടെ ഈ കാസ്റ്റേണ് കംപ്രഷൻ സൈഡിൽ നിർത്തുന്നതിന് പകരം ടെൻഷൻ സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയലിന്റെ ടെൻഷൻ എവിടെയാണോ അവിടെ കാസ്റ്റേൺ പാർട്ടിക്കിൾസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ സംഭവിക്കുകയുള്ളൂ. ഒന്നാമത്തത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ശരിയാണല്ലോ, ഒന്നാമത്തെ ഇൻകറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. The cast iron is an excellent choice for machine tool guides and frames. ശരിയാണോ? ശരിയാണല്ലേ. കാസ്റ്റ് iron is an excellent choice for machine tool guides and frames. കാസ്റ്റ് iron നമ്മൾ ഈ പറയുന്ന മെഷീൻ ടൂൾ ഫ്രെയിംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ. കാരണം എന്താണ്? ഇതിനെന്തുണ്ട്? ഇതിന് ഹൈ വൈബ്രേഷൻ ഡാമിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇതൊരു എക്സലന്റ് ടൂൾ ഫോർ മെഷീൻ ടൂൾ ഗൈഡ്സ് ആൻഡ് ഫ്രെയിംസ്.
അല്ലെ? ശരിയായിട്ടുള്ളൊരു ആൻസർ ആണ്. അടുത്ത കാസ്റ്റ് അയൺ പാർട്സ് ആർ ലോ നോച്ച് സെൻസിറ്റിവിറ്റി. ലോ നോച്ച് സെൻസിറ്റിവിറ്റി. കാസ്റ്റ് അയൺ നോച്ച് സെൻസിറ്റിവിറ്റി എന്താണ്? ലോ ആണ്. അതും ശരിയാണ് കേട്ടോ. കാരണം ബ്രിട്ടിൽ മെറ്റീരിയൽസിനൊക്കെ ഈ നോച്ച് സെൻസിറ്റിവിറ്റി ലോ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ തിയറി ഓഫ് മെഷീൻസിൽ പറയുന്ന ഒരു കാര്യമാണ് നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്. ഇമ്പോർട്ടന്റ് ആണത്. അപ്പോൾ കാസ്റ്റ് അയൺ ബ്രിട്ടിൽ ആയതുകൊണ്ട് തന്നെ അതിന് ലോ നോച്ച് സെൻസിറ്റിവിറ്റി ആയിരിക്കും. സോ നോക്കി ഏതായിരിക്കും ആൻസർ വരുന്നതിൽ? നമുക്ക് മനസ്സിലായി 2ഉം 3ഉം കറക്റ്റ് ആണ്. ഒന്നാമത്തെ കറക്റ്റ് അല്ല അല്ലെ? ഒന്നാമത്തെ കറക്റ്റ് അല്ല. സോ 2 and 3 എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, നോക്കി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം നോക്കിയേ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം മെക്കാനിക്കൽ കോർ പേപ്പർ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ ഗേറ്റ് 2004 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The percentage of carbon in grey cast iron is in the range of. Percentage carbon in grey cast iron is in the range of. എന്ത് വരും? പെർസെൻറ്റേജ് കാർബൺ ഇൻ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഇൻ ദി റേഞ്ച് ഓഫ്. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഈ കാർബണിന്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 2.1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ സ്റ്റീലിന് വിളിക്കുന്നത്. കാർബണിന്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 2.1 ആണെങ്കിൽ നമ്മൾ സ്റ്റീലിന് വിളിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 2.1 ആണെങ്കിൽ അതെന്താണ്? കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ. ഓക്കെ, നിങ്ങൾ ഗ്രേ കാസ്റ്റ് അയണിന്റെ കാർബണിന്റെ പെർസെൻറ്റേജ് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാസ്റ്റ് അയണിന്റെ എത്രയാണ്, സ്റ്റീലിന്റെ എത്രയാണെന്ന് വിളിച്ചാൽ മതി. അപ്പൊ 2.1 മുകളിലാണെങ്കിൽ എന്താണത്? കാസ്റ്റ് അയൺ ആണ്. എത്ര വരെ? 6.67 വരെയാണ്. 6.67 വരെ. ഓക്കെ, സോ ഇതില് അതിന് ഉതകുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി. 3 to 4%. 8 to 10 ഒരിക്കലും ആവത്തില്ല അല്ലെ? അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അപ്പൊ ഈ പറയുന്ന പെർസെൻറ്റേജ് പഠിച്ചോളാം. അപ്പൊ ലെസ് ദാൻ 2.1 ആണെങ്കിൽ സ്റ്റീൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഗ്രേറ്റർ ദാൻ 2.1 ആണെങ്കിൽ അപ് ടു 6.67 കാസ്റ്റ് അയൺ ആണ്. ഇനി ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു പെർസെൻറ്റേജ് കൊണ്ട് പഠിച്ചോളാം. ഈ നമ്മുടെ ഇതിലുള്ള ഒരു കോർ പോർഷൻ ആണ് അയൺ കാർബൺ ഡയഗ്രം എന്ന് പറയുന്നത് അല്ലെ? മെറ്റീരിയൽ സയൻസ് അറിയാവുന്നവർക്ക് അറിയാം. എന്താ അയൺ കാർബൺ ഡയഗ്രം? ഒരു നമ്മള് ബിടെക്കിനൊക്കെ ആണെങ്കിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, 12 മാർക്കിനൊക്കെ ഉള്ളത് അല്ലെ? സോ ഇവിടെ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ ഇവിടെ നിന്ന് എന്താണ് ധാരാളം MCQs ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. അയൺ കാർബൺ ഡയഗ്രത്തിന് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും ഉണ്ട്. അത് നിർബന്ധമാണ് അവിടെ. അപ്പൊ ഈ അയൺ കാർബൺ ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പോയിന്റുകൾ ഉണ്ട് അല്ലെ? 2 പോയിന്റ് ഏതൊക്കെയാണ്? യൂട്ടക്റ്റിക് പോയിന്റും യൂട്ടക്ടോയിഡ് പോയിന്റും. യൂട്ടക്ടോയിഡ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്ടക്റ്റിക് പോയിന്റ് ഉണ്ട്. യൂട്ടക്റ്റിക് പോയിന്റ്. യൂട്ടക്ടോയിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് അറിയാമോ? 0.8% കാർബൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റാണ് യൂട്ടക്ടോയിഡ് പോയിന്റ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് ഇമ്പോർട്ടന്റ് ആണ്. യൂട്ടക്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 4.3% കാർബൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 4.3% കാർബൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ ഞാൻ ഈ പെർസെൻറ്റേജ് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി എക്സ്ട്രാ അഡീഷണൽ പറയാണ്. കാർബണിന്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 0.8 ആണ് എങ്കിൽ, കാർബണിന്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 0.8 ആണ് എങ്കിൽ, അതായത് യൂട്ടക്ടോയിഡ് പോയിന്റിന്റെ താഴെയാണ് എങ്കിൽ നമ്മൾ ആ അലോയിനെ വിളിക്കുന്ന പേരെന്താണ്? ആ അലോയിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇതിന്റെ താഴെയാണ് എങ്കിൽ ആ അലോയിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പോ യൂട്ടക്ടോയിഡ് അല്ലെ? ഹൈപ്പോ യൂട്ടക്ടോയിഡ് കാസ്റ്റ് അയൺ ആണോ അത്? ഹൈപ്പോ യൂട്ടക്ടോയിഡ് കാസ്റ്റ് അയൺ ആണോ? അല്ല, ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീൽ ആണത്. ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീൽ അല്ലെ? ഈ കാർബണിന്റെ പെർസെൻറ്റേജ് 0.8 മുകളിലാണെങ്കിൽ, കാർബണിന്റെ പെർസെൻറ്റേജ് 0.8 മുകളിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഹൈപ്പർ
യൂടെക്ടോയിഡ് അല്ലെ, യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് വിളിക്കും, ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ. ഇപ്പൊ 2.1 വരെയാണ്, 0.8 മുതൽ 2.1 വരെയാണ് എന്ത് ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ വരാം. അതുപോലെ യൂടെക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് 4.3% ഓഫ് കാർബൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ കാർബണിന്റെ എമൗണ്ട് 4.3ക്ക് താഴെയാണെങ്കിൽ, അല്പം കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4.3ക്കും 2.1നും ഇടയിലാണെങ്കിൽ, കാർബണിന്റെ എമൗണ്ട് 4.3%നും 2.1%നും ഇടയിലാണെങ്കിൽ, നമ്മൾ ആ അയൺ കാർബൺ അലോയിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോ യൂടെക്റ്റിക് എന്താണ്? കാസ്റ്റ് അയൺ ആണ് അത് അല്ലെ, ഹൈപ്പോ യൂടെക്റ്റിക് കാസ്റ്റ് അയൺ. എന്തുകൊണ്ടാണ് കാസ്റ്റ് അയൺ എന്ന് പറയാൻ കാരണം? 2.1%ന് മുകളിലാണ് കാർബണിന്റെ കണ്ടന്റ് എങ്കിൽ നമ്മൾ അതിനെ കാസ്റ്റ് അയൺ എന്ന് വിളിക്കുന്നത്. സോ ഹൈപ്പോ യൂടെക്റ്റിക് കാസ്റ്റ് അയൺ ആണത്. ഓക്കെ, 4.3ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും അതിനെ? കാർബണിന്റെ പെർസെൻറ്റേജ് 4.3ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ യൂടെക്റ്റിക് കാസ്റ്റ് അയൺ എന്ന് വിളിക്കും അല്ലെ, ഹൈപ്പർ യൂടെക്റ്റിക് കാസ്റ്റ് അയൺ. ഒരു പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഇത്രയും പെർസെൻറ്റേജ് നിങ്ങൾ ഓർത്തിരുന്നോളാം. 0.8% ആണ് നമ്മുടെ യൂടെക്ടോയിഡ് പോയിന്റ് റെസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂ. 4.3% ആണ് നമ്മുടെ യൂടെക്റ്റീവ് പോയിന്റ് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ പെർസെൻറ്റേജ് വാല്യൂ. 0.8ന് താഴെയാണ് കാർബണിന്റെ എമൗണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മൾ അതിനെ ഹൈപ്പോ യൂടെക്റ്റിക് സ്റ്റീൽ എന്ന് വിളിക്കും. 0.8ന് മുകളിലാണ് കാർബണിന്റെ പെർസെൻറ്റേജ് എങ്കിൽ, 2.1 വരെയാണ് എങ്കിൽ, 0.8നും 2.1നും ഇടയിലാണ് കാർബണിന്റെ പെർസെൻറ്റേജ് എങ്കിൽ ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് വിളിക്കും. ഈ 4.3ക്ക് താഴെയാണ് കാർബണിന്റെ പെർസെൻറ്റേജ് എങ്കിൽ, 2.1നും 4.3ക്കും ഇടയിലാണ് കാർബണിന്റെ പെർസെൻറ്റേജ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മൾ ഹൈപ്പോ യൂടെക്റ്റിക് കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. 4.3ക്ക് മുകളിലാണ് നമ്മുടെ കാർബണിന്റെ പെർസെൻറ്റേജ് എങ്കിൽ, 4.3 മുതൽ 6.67 വരെ കേട്ടോ, നമ്മൾ ഹൈപ്പർ യൂടെക്റ്റിക് കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. ഇത്രയും കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഇൻ ദി റേഞ്ച് ഓഫ് എത്രയാണ്? 3 to 4 ആണ്, 3 to 4. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി. Vibration damping in machinery is best achieved by means of base structures made of which of the following materials? ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴാണ് വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നതെന്ന് വെച്ചിരിക്കുന്നത്? ലോ കാർബൺ സ്റ്റീൽ, നോഡുലാർ അയൺ, ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ. വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു കാസ്റ്റ് അയൺ പൊതുവെ വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റീലാണ്, ബാക്കിയുള്ള 3 എന്താണ്? നമ്മുടെ കാസ്റ്റ് അയൺ തന്നെയാണ്. അപ്പൊ കാസ്റ്റ് അയണിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? നമ്മൾ പറഞ്ഞാണ് അല്ലെ, ഏതാണ്? ഗ്രേ കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയണിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് നമ്മുടെ ഗ്രേ കാസ്റ്റ് അയൺ ആണ്. സോ ഗ്രേ കാസ്റ്റ് അയൺ ആണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ ഫ്ലേക്ക് രൂപത്തിലാണ് കിടക്കുന്നത്. എന്ത് ഫ്ലേക്ക്? ഗ്രാഫൈറ്റ് ഫ്ലേക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 2007. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോക്കെ, ആൻസർ പറയാൻ പറ്റുന്നൊക്കെ ലൈവിലുള്ളവര് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോക്കെ. ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അജിത് കുമാർ ആൻസർ പറഞ്ഞല്ലേ? ഓക്കെ, അജിത് കുമാർ കറക്റ്റ് ആൻസർ ആണ്. മെഷീൻ ടൂൾ മാനുഫാക്ചേഴ്സ് പ്രിഫർ ഗ്രേ കാസ്റ്റ് അയൺ ഗ്രേഡ് 40. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഗ്രേഡ് 40 എന്നൊക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യൻ വിടും. പക്ഷെ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്രേഡ് 40 എന്നൊക്കെ വെറുതെ ഇട്ടേക്കണേണ്. മെഷീൻ ടൂൾ മാനുഫാക്ചറർ പ്രിഫർ ഗ്രേ കാസ്റ്റ് അയൺ ഗ്രേഡ് 40 for producing machine columns and tables because the machine tool manufacturers ഈ പറയുന്ന
ഗ്രേ കാസ്റ്റേൺ ആണ് മെഷീൻ കോളം ഉണ്ടാക്കാനും ടേബിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവരുടെ മെഷീന്റെ കോളം അതുപോലെ തന്നെ അതിന്റെ ടേബിൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, മെഷീന്റെ ടേബിൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്രേ കാസ്റ്റേൺ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിരിക്കുന്നത്, ഓപ്ഷൻസ് നോക്കിയാൽ ഹെവി ആയതുകൊണ്ടാണ്, ഗ്രേ കാസ്റ്റേൺ ഹെവി ആയതുകൊണ്ടാണ്, ഈസിലി കാസ്റ്റബിൾ ആയതുകൊണ്ടാണ്, ഈസിലി വെൽഡബിൾ ആയതുകൊണ്ടാണ്, ഹാവിങ് ഗുഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഹാവിങ് ഗുഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇതിലിപ്പോ ഏതായിരിക്കും ആൻസർ വരിക? എന്തുകൊണ്ടായിരിക്കും? എസ്പെഷ്യലി ഗ്രേ കാസ്റ്റേൺ അവരുടെ മെഷീന്റെ കോളം മാനുഫാക്ചർ ചെയ്യാനും ടേബിൾസ് മാനുഫാക്ചർ ചെയ്യാനും പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താ? ഇത് ഹെവി ആയതുകൊണ്ടാണോ? ഒരു മെറ്റീരിയൽ വളരെ ഹെവി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? അതിന്റെ വെയിറ്റ് കൂടുക എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഹെവി അല്ല, ആക്ച്വലി ഹെവി ആയതുകൊണ്ടല്ല, നമുക്ക് ഒരുപാട് ഹെവി ആയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഹെവി എന്ന് പറയുന്ന ഓപ്ഷൻ അത്ര കറക്റ്റ് അല്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഹെവി അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഈസിലി കാസ്റ്റബിൾ, കാസ്റ്റ് എന്ന് പറയുന്നത് ഈസിലി കാസ്റ്റബിൾ ആ, അതുകൊണ്ട് അതൊരു ആൻസർ ആയിട്ട് വരാം അല്ലെ. ഈസിലി കാസ്റ്റബിൾ ആണ്. ഈസിലി വെൽഡബിൾ, ഈസിലി വെൽഡബിൾ ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാസ്റ്റേൺ ഈസ് നോട്ട് ഈസിലി വെൽഡബിൾ. ഇതിന്റെ വെൽഡബിലിറ്റി എന്ന് പറയുന്നത്, കാസ്റ്റേണിന്റെ വെൽഡബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കാസ്റ്റേണിന്റെ വെൽഡബിലിറ്റി എന്ന് പറയുന്നത് വെരി ലോ ആണ്. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം പറയാം, അതവിടെ നിൽക്കട്ടെ. ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ട് കാരണം പറയാം. സോ ഇതിന്റെ വെൽഡബിലിറ്റി വളരെ ലോ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ 3 ഒരിക്കലും വരില്ല. അപ്പൊ ഓപ്ഷൻ 3 വരില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. നമുക്ക് 3 വരുന്നത് ഏതൊക്കെയാ? സി ഉണ്ട്, സി അല്ല, ഡി ഉണ്ട്, ഡി അല്ല. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് എല്ലാ ഓപ്ഷൻസിന്റെയും കറക്റ്റ് ആയിട്ട് എല്ലാ ഓപ്ഷനും അറിയാൻ പാടില്ല എങ്കിൽ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും നമുക്ക്. ഇപ്പൊ 3യും സിയും ഡിയും എല്ലാം മനസ്സിലായി. ഹാവിങ് ഗുഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി, ഹാവിങ് ഗുഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി ശരിയല്ലേ? കാസ്റ്റേണിന് നല്ല ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത് ഷുവർ ആയിട്ട് ആൻസറിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. സോ 4 വരണം. ഇപ്പൊ നമുക്ക് 1ഉം 2 ഉണ്ട്, 2ഉം 4ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും എന്റെ ആൻസർ എന്ന് പറയുന്നത്. സ്വാഭാവികമല്ലേ? ഓപ്ഷൻ ബി. അപ്പോ ഹെവി എന്ന് പറയുന്നത് ഒരു കാരണമല്ല അല്ലെ. അത്യാവശ്യം ഹെവി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റിജിഡിറ്റി ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഈ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഒരു കാരണമായിട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 2 and 4. സോ ഈ രീതിയിലാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തുന്നത്. കറക്റ്റ് എല്ലാം നമുക്ക് അറിവുണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മുടെ 4 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ കേരള PSC സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറെ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു വെൽഡബിലിറ്റി ഓഫ് കാസ്റ്റേൺ. കാസ്റ്റേണിന്റെ വെൽഡബിലിറ്റി വളരെ ലോ ആണ്. കാസ്റ്റേണിന്റെ വെൽഡബിലിറ്റി വളരെ ലോ ആണ്. കാരണം എന്താണെന്ന് പറയാം. ഞാൻ പറഞ്ഞു കാസ്റ്റേൺ എന്താണ്? എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. കാസ്റ്റേൺ എക്സ്ട്രീംലി ബ്രിട്ടിലാണ് അല്ലെ. എക്സ്ട്രീംലി ബ്രിട്ടിൽ ആയതുകൊണ്ട്, കാസ്റ്റേൺ എക്സ്ട്രീംലി ബ്രിട്ടിൽ ആയതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ് ഒരു കാസ്റ്റേൺ പാർട്ട് വെൽഡ് ചെയ്തു എന്ന് വിചാരിക്കാം. കാസ്റ്റേൺ പാർട്ട് നമ്മൾ വെൽഡ് ചെയ്തു. വെൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്യും അല്ലെ. ഒന്നല്ലെങ്കിൽ ഓക്സി അസറ്റിലും ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് സപ്ലൈ ചെയ്യും. അങ്ങനെ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബേസ് മെറ്റലിനെ മെൽറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മെൽറ്റ് ചെയ്ത ആ മെറ്റൽ എന്ത് ചെയ്യും? കൂൾ ചെയ്യുമ്പോൾ അവിടെ വെൽഡിങ് നടക്കും. ഇപ്പൊ സപ്പോസ് ഇതൊരു കാസ്റ്റേൺ പാർട്ടാന്ന് വിചാരിക്കാം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു കാസ്റ്റേൺ പാർട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഇതിനെ വെൽഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഓക്സി അസറ്റിലും ഫ്ലെയിമോ അല്ലെങ്കിൽ പറയുന്ന ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചിട്ട് അവിടെ വെൽഡിങ് സംഭവിപ്പിച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് അത് കൂൾ ചെയ്യാന്ന് വിചാരിക്കാം. കൂൾ ചെയ്യാണ്. ഞാൻ പറഞ്ഞു കാസ്റ്റേൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. കാസ്റ്റേൺ എക്സ്ട്രീംലി ബ്രിട്ടിലാണ്. അപ്പൊ നമ്മളിങ്ങനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇത് ബ്രിട്ടിൽ ആയതുകൊണ്ട് ഈ സഡൻ കൂളിങ്ങിന്റെ ഫലമായിട്ട് ഇവിടെ ഇന്റേണൽ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇന്റേണൽ സ്ട്രെസ്സസ്. ഈ ഇന്റേണൽ സ്ട്രെസ്സസ് ഇതിന്റെ
സർഫസിൽ ചില ക്രാക്സ് ഉണ്ടാക്കാൻ തുടങ്ങും. ചില ക്രാക്സ്. ഈ ക്രാക്സ് എന്ത് ചെയ്യും? താഴത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ ആ വെൽഡ്മെന്റ് എന്താവും? ഫെയിൽ ആയി പോകും. മനസ്സിലാവുണ്ടോ? സോ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ വെൽഡബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോ ആണ്. എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? വെൽഡ്മെന്റിന് ശേഷം അല്ലെങ്കിൽ വെൽഡിംഗ് പ്രോസസ്സിന് ശേഷം അവിടെ എന്ത് സംഭവിക്കും? കൂളിംഗ് സംഭവിക്കുമ്പോൾ തെർമൽ സ്ട്രെസ്സസ് മൂലം അവിടെ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിന്റെ വെൽഡബിലിറ്റി എന്താണ്? ലോ ആണ്. ജസ്റ്റ് അത്രയും പഠിച്ചിട്ട് മതി. വേറെ കൂടുതൽ പോയിന്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ PPT എന്താ ഉള്ളതെന്ന്. PPT കണ്ടന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ്? വെൽഡബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മൈക്രോ സ്ട്രക്ചർ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ, ഗ്രേ കാസ്റ്റൺ ഈസ് ഇൻഹെറന്റ്ലി ബ്രിട്ടിൽ ആൻഡ് ഓഫൺ cannot withstand stresses set up by cooling weld. അല്ലേ? By a graphite flakes, the graphite cluster in malleable cast iron and the nodular graphite in SG cast iron gives significantly higher ductility, which improves the weldability. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഗ്രേ കാസ്റ്റ് അയൺ വളരെ ബുദ്ധിമുട്ടാണ് വെൽഡ് ചെയ്യാൻ. കാരണം അതില് ഈ പറയുന്ന കാർബൺ ഇരിക്കുന്നത് ഗ്രാഫൈറ്റ് ഫ്ലേക്ക് രൂപത്തിലാണ്. അതേ സമയത്ത് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, മാലിബിൾ കാസ്റ്റ് അയൺ, ഓക്കെ, ഇതെല്ലാം കമ്പാരിറ്റീവ്ലി ഗ്രേ കാസ്റ്റിന് വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പൊതുവെ ഈ കാസ്റ്റ് അയണിന്റെ വെൽഡബിലിറ്റി എന്താണ്? ലോ ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓഫ് എക്സ്ട്രൂഷൻ നോസിൽസ്. ഏത് മെറ്റീരിയലാണ് എക്സ്ട്രൂഷൻ നോസിലിന്റെ മാനുഫാക്ചറിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ആൻസർ പറഞ്ഞ ലൈവിലുള്ളവരൊക്കെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? എന്താണ്? വൈറ്റ് കാസ്റ്റ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? വൈറ്റ് കാസ്റ്റ്, ശരിയല്ലേ? വൈറ്റ് കാസ്റ്റ്. കാരണം വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് വെരി ഹാർഡാണ്, ബ്രിട്ടിലാണ്. എക്സ്ട്രൂഷൻ നോസിൽസിന്റെ മാനുഫാക്ചറിംഗിൽ നമ്മൾ ഈ പറയുന്ന വൈറ്റ് കാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രൂഷൻ നോസിൽസ് ഉണ്ടാക്കാൻ വൈറ്റ് കാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നോഡുലാർ ഗ്രേ കാസ്റ്റ് അയൺ. നോഡുലാർ ഗ്രേ കാസ്റ്റ് അയൺ അല്ലെ? അതിന്റെ മറ്റൊരു പേരെന്താ? ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഈസ് ഒബ്റ്റൈൻഡ് ബൈ അല്ലെങ്കിൽ ഒബ്റ്റൈൻഡ് ഫ്രം ഗ്രേ കാസ്റ്റ് അയൺ by adding small amount of എന്താണ് ആൻസർ വരുന്നത്? നോഡുലാർ ഗ്രേ കാസ്റ്റ് അയൺ is obtained from gray cast iron by adding a small amount of എങ്ങനെയാണ് ഈ നോഡുലാർ കാസ്റ്റ് അയൺ നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്നത്? ബൈ ആഡിങ് മഗ്നീഷ്യം അല്ലെ? മഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോഴാണ്. മഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്രേ കാസ്റ്റ് അയണിലുള്ള ഫ്ലേക്സ് രൂപത്തിലുള്ള ഗ്രാഫൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്ലോബ്യൂൾസ് രൂപത്തിലാക്കുന്നത്, അല്ലെങ്കിൽ നൊഡ്യൂൾസ് രൂപത്തിലാക്കുന്നത് അല്ലെ? സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.